ഡോക്ടറെ ഹോസ്പിറ്റൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ മാനേജ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ രാജി, ഇന്ന് തിങ്കളാഴ്ചയാണ്, പേഷ്യൻസ് കൂടുതലുള്ള ദിവസമാണ്. ഒരു നിമിഷം പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസിനോട് വെയിറ്റ് ചെയ്യാൻ പറയണം. ഇത്തിരി നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ച് ചത്തൊന്നും പോത്തില്ലല്ലോ. ആ എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നോണ്ട് ഞാൻ പേഷ്യൻസിനോട് പറയാം, എന്റെ ഭാര്യയ്ക്ക് അരിയും പച്ചക്കറികളും വാങ്ങണം, ഇല്ലെങ്കിൽ അവള് പിണങ്ങുമെന്ന് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാം. പോരെ? അത് മതി. ഇടിക്കരുതേ, ഞാൻ വരുമെന്ന് നീ കരുതിയത്? പിന്നെ ഒന്നുമില്ല, 1 മണിക്കൂർ പോയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് ഫ്രീ ആകാൻ പറ്റില്ല. സാധനങ്ങൾ വാങ്ങണമെങ്കിലേ തനിച്ചങ്ങ് പോയാൽ മതി, വേറെ പണിയൊന്നുമില്ലോ. പോട്ടെ. പരിഭവിച്ചും വഴക്കിട്ടുമൊക്കെ നടന്ന് ചികിത്സ മുടക്കി. ഇത് കണ്ടില്ലേ, ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വാരി വലിച്ച് മധുരം കഴിക്കാറുണ്ടോ? അതുമില്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ? ആ, രേണുവിന് എന്ത് ടെൻഷൻ ഉണ്ടാവാനല്ലേ? എന്തായാലും മരുന്നിന്റെ ഡോസേജ് അല്പം കൂട്ടാം. അത് മാത്രം പോരാ, പതിവായി മുടങ്ങാതെയുള്ള എക്സസൈസും മറ്റും വേണം. ആ, രേണുവിന്റെ ഹസ്ബൻഡ് ഇപ്പൊ അവിടെ ഉണ്ട്? കടയിൽ അല്ല, ഓഫീസിൽ. താനെന്തോ ഒരുമാതിരി ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട്? ഒന്നുമില്ല. രേണു ഏതായാലും ഇന്ന് വന്ന് നന്നായി. എനിക്ക് എന്റെ അപ്പോട്ടിനെ ഒന്ന് കാണായിരുന്നു. ഒരു വമ്പം കോളാ. എന്റെ ഒരു ഫ്രണ്ടിന് 3-4 ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. അവർക്ക് കുറച്ച് ആഡ് ഫിലിം എടുക്കണം. ഞാനത് എന്റെ ഹസ്ബൻഡിന്റെ ഫേമിനെ കുറിച്ച് അവരോട് പറഞ്ഞത്. ഇന്ന് തന്നെ മിസ്റ്റർ അപ്പുവിനെ കണ്ട് അതൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു. ആ, ഏതായാലും ഞാനിപ്പോ ഫ്രീയാ. നമുക്ക് അപ്പുവിന്റെ ഓഫീസിലൊന്ന് പോവാം. വേണ്ട ഡോക്ടർ, ഞാൻ... എന്താടോ, മിസ്റ്റർ അപ്പുവിന് ബിസിനസ് കൂടുതൽ ഇടുന്നതില് തനിക്കെന്തോ വിരോധമുള്ള പോലെ? അതുകൊണ്ടൊന്നുമില്ല ഡോക്ടർ. ഏതായാലും ഒരു വമ്പൻ ഗോളും ക്യാൻവാസ് ചെയ്ത് തന്നെയും കൂട്ടി അവിടെ ചെല്ലുമ്പോ അപ്പുവിന് അതൊരു സർപ്രൈസ് ആയിരിക്കും. നമുക്കിറങ്ങിയാലോ? ബുദ്ധിമുട്ടാണെങ്കിൽ വരണമെന്നില്ല. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ വരാം. ശരി, ഇറങ്ങാം. കുറച്ചുകൂടി ചരിഞ്ഞ്, കുറച്ച് കൈയെടുത്ത് വെക്കേ. മിസ്റ്റർ പ്രേമൻ അകത്തുണ്ട്, വരൂ. കൈ ഒന്ന് വെക്കണ്ട. എടുത്തോ. ഹലോ ഡോക്ടർ. ഹലോ. എന്താണ് ഡോക്ടറെ കൂട്ടി ഈ വഴിക്കൊക്കെ? ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്റെ ഡോക്ടറെ, അല്ലേ രേണു? ആ ജോണേ, നോക്കി നിൽക്കാണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്ക്. ഭാര്യയെ സൂചിപ്പിക്കാൻ ഇത്ര ചില റൊമാൻസ് ഒക്കെ വേണം, അല്ലേ ഡോക്ടറെ? വന്ന കാലിൽ നിൽക്കാന്ന് വാന്ന്, നമുക്ക് ക്യാബിനിലിരിക്കാം. ഓക്കെ. ആ വാ ജോണേ, നീ ഒന്ന് മാനേജ് ചെയ്തേ. അധികം ടച്ചിങ്സ് വേണ്ട. വരാവേ. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം, ലോകത്തുള്ള പെമ്പിള്ളേരൊക്കെ വേണ്ടി ഭാര്യമാരാ. ഡോക്ടർ പറഞ്ഞ പ്രപ്പോസൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ആഡ് ഫിലിം ഞാൻ ഡോക്ടർക്ക് ഓഫർ ചെയ്യുന്നു. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രേണുവിനാ. പുള്ളിക്കാരത്തെയാണല്ലോ നമ്മളെ തമ്മിൽ പരിചയപ്പെടുത്തിയത്. അതെ അതെ, രേണുവുമായുള്ള ഈ പരിചയമാണല്ലോ എല്ലാറ്റിനും കാരണം, അല്ലേ രേണു? അത് ഞാനാണ്. ഡോക്ടർ ചെല്ലുന്നിടത്തൊക്കെ ഡോക്ടറെ നോക്കി ഓരോ കപ്പിൾസിന്റെ ഫോട്ടോസ് ഉണ്ടാവും. ഡോക്ടർ അന്ന് വീട്ടിൽ വന്നപ്പോ നിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇപ്പൊ ഇത് കണ്ട. ഈ സാധനത്തിന് ഓർക്കുന്നില്ലേ, ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്കല്ലേ ആട്ടുകല്ലേ ആ പരസ്യത്തിന്റെ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഞാനിങ്ങനെ വെറുതെ വെച്ച് നോക്കിയിരുന്നു. ഇതിന്റെ ലൈറ്റ് അപ്പ് പ്രശ്നമുണ്ടോ, വല്ല കുഴപ്പമുണ്ടോ നോക്കി. നല്ല ഫോട്ടോസ് അല്ലേ രേണു? സൂക്ഷിക്കണം, ആളിത്തിരി ചുറ്റിക്കളയാ. ഡോക്ടർ കരുതും പോലെ ഒന്നും അല്ല എന്റെ ശ്രീമതി. എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇവൾക്ക് നല്ല ധാരണയുണ്ട്, അല്ലേ രേണു? ആ മിസ്റ്റർ, ഞാനെന്ന് ഇറങ്ങട്ടെ. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. പിന്നെ ശ്രീമതിയോട് നിർത്തണോ അത് ഞാൻ കൊണ്ടുവന്നോട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യണോ? എന്റെ ഡോക്ടർ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ. ഞങ്ങളുടെ കാർ വർക്ക്ഷോപ്പിലാ, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. പോണ വഴിക്കൊരു കാപ്പി കുടിച്ച് പിരിയാം, അല്ലേ രേണു? ഡോക്ടർ മുന്നിൽ തന്നെ പഥ്യം തെറ്റിക്കണോ? ഷുഗർ അധികം കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എന്റെ ഡോക്ടറെ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് തന്നെ പറഞ്ഞു ഞാൻ തോറ്റു. പറയുന്നതിനെതിരെ ചെയ്യൂ. പിന്നെ സ്നേഹമുള്ള ഭാര്യയായി പോയില്ലേ, എന്ത് ചെയ്യാനാ? എന്താ ഒന്നും മിണ്ടാത്തെ? മൗനം വിദ്വാന് ഭൂഷണമെന്നാ, പക്ഷെ അത് വിഡ്ഢിക്കായാലോ? അയ്യോ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. അപ്പുക്കുട്ടൻ
തൽക്കാലം അങ്ങോട്ട് മാറിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പ്ലീസ്. അപ്പക്കുട്ടാ, അപ്പക്കുട്ടൻ എന്താ ഇവിടെ? ഒന്ന് ഷേവ് ചെയ്യാൻ വന്നതാ. ഷേവ് ചെയ്യാനോ? റെസ്റ്റോറന്റ് എന്തിനാണോ വരുന്നത്? ചായ കുടിക്കാനല്ലാതെ. അല്ല, വൈഫ് എവിടെ പോയി? വൈഫോ? വൈഫ് ബാത്റൂമിൽ പോയി. ഏത് വൈഫ്? ഒരു മിനിറ്റേ, അതെ ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞു നോക്കി. പക്ഷെ സംഭവം എന്താ വെച്ചാല് എന്താണ്? ഇപ്പൊ പറയാമേ. ഇയാളെ പൊട്ടം കളിക്കുന്നത്. ഇവിടെ ഏതാണോ തന്റെ വൈഫ്? അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഏത് പിന്നെ? ഒന്നും പറയണ്ട. തന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കാന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഏതാണോ ഇപ്പൊ കൂടെയുള്ള വൈഫ്? അത് എന്താന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പറഞ്ഞ ഇയാളെന്താ ബട്ടൺ സെറ്റ് കുടിക്കാൻ കൊല്ലാൻ പോവാണ്? അല്ല അപ്പക്കുട്ട ഞാൻ പറയുന്ന കയ്യോ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റാ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അത് അപ്പക്കുട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു നോക്ക്. ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താവ് പ്രസവത്തിനാണെങ്കിലും കുറച്ചു നാളിങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥ, അത് അപ്പക്കുട്ടൻ അറിയോ? അറിയില്ല. ആ അവസ്ഥയ്ക്ക് പരിഹാരമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏതാ ഈ അഡ്ജസ്റ്റ്മെന്റ്? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മുഖം അപ്പക്കുട്ടൻ കണ്ട എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. ആ സ്ഥിതിക്ക് താനിപ്പോ ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കാനും പോണില്ല. ചായ ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അഡ്ജസ്റ്റ്മെന്റിനെ കൊണ്ട് അങ്ങോട്ടൊന്നും വന്നേക്കരുത്. ഇത് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടാ മതി. ഞങ്ങൾ കുറച്ച് അന്തസ്സുള്ളവർ താമസിക്കുന്ന സ്ഥലം അത്. രേണു അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ നിന്നെ ആ പഠിക്കാത്ത കയറാൻ സമ്മതിക്കില്ല. നാണമില്ലല്ലോടോ തനിക്ക്? വീട്ടിൽ തന്നെ ദൈവം പോലെ കരുതുന്ന ഒരു ഭാര്യ ഉള്ളപ്പോ. ചേറ്റ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്യാം. എന്റെ മാത്രമല്ല. അല്ല, അത് ഓർമ്മയില്ലേ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ് തറവാട് വീതം വെക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാ. പണോന്ന് പറഞ്ഞ ഈ മനുഷ്യ കിടന്ന് ചാവും. ഈ കാർന്നമാര് ജീവിച്ചിരിക്കുമ്പോ തറവാട് വീതം വെക്കുന്ന കഷ്ടമല്ലേ? അല്ലേ ഡോക്ടർ? അതൊക്കെ ഭയങ്കര ഒരു കഷ്ടമില്ലെന്നേ. കാർന്നമാര് ചാവാൻ പോണല്ലേ? മക്കൾക്ക് മരുമക്കൾക്കോ സ്വത്ത്. വല്ലാത്ത കാലം ഇത്. ഒരൊറ്റ മനുഷ്യനെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റൂല. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, അതാ ലോകം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ സംഭവിച്ചെന്ന് ചോദിക്കേ. സംഭവിച്ചതൊന്നും പറയാതിരിക്കുക ഭേദം. നമ്മൾ വിചാരിച്ച പോലെ നല്ല രേണു അപ്പുറത്താ തെണ്ടി. ഗർഭിണിയായ ഭാര്യയുടെ മുമ്പിൽ ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു അവൻ വലിയ മാന്യനായിരിക്കുന്നു. അതൊക്കെ വെറും പ്രകടനമായിരുന്നു. അവൻ ഒരു ചെറ്റയാ. ഇന്നുണ്ടല്ലോ അവൻ ഏതോ ഒരുത്തിയായിട്ട് ഹോട്ടലില് എന്നെ കണ്ടതും അവൻ അവളെ എവിടെയോ ഒളിപ്പിച്ചിട്ട് എന്നെ ഒരു സോപ്പിടല്. എന്തായാലും ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നേക്കരുതെന്ന്. ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അത് ഞാൻ പറഞ്ഞു. അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഈ കാറ് കൊണ്ടിടാനും കൊണ്ടുപോകാനുള്ള വരവുണ്ടല്ലോ, എനിക്കത് അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പിന്നെ നീ അവന്റെ അടുത്ത് വലിയ കിന്നാരത്തിനൊന്നും പോണ്ട. അതും എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. നിനക്കെന്ത് പറ്റി? എന്തിനാ കരയുന്നേ? എനിക്കറിയാം നീ എന്തിനാ കരയുന്നെന്ന്. ഒരുത്തൻ അങ്ങനെയാണെന്ന് കരുതി ലോകത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇങ്ങോട്ട് നോക്ക്. നിന്റെ അപ്പൂട്ടന് ഒരിക്കലും അവനെ പോലെ ആവാൻ പറ്റില്ല. തുറന്നിട്ട വാതിലുകൾ അടച്ചോട്ടെ, തൂവൽ കട. തുറന്നിട്ട വാതിലുകളൊന്നും ഇവിടെ ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇത്തരം വൃത്തികെട്ട പാട്ടും പാടി ഇതിനകത്ത് കയറി പോകരുത്. അപ്പക്കുട്ടൻ പോയില്ലേ? ഇല്ല, പോയില്ല. പോയെന്ന് വിചാരിച്ചായിരിക്കും ഇതിനകത്തോട്ട് എഴുന്നള്ളിയതല്ലേ. ഇനിമേ താൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ കട തുറക്കാൻ താമസിക്കില്ലേ? സാരമില്ല, തനിക്ക് വേണ്ടി ഒരാഴ്ച കട അടച്ചിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക. അതെന്തിനാ? തനിക്ക് കാറിടാനും താമസിക്കാനും സൗകര്യമുള്ള ഒരു വാടക വീട് അന്വേഷിക്കാം. കാറിടാനും മറ്റു പല സൗകര്യങ്ങളുള്ള സ്വന്തം പോലൊരു വീടുള്ളപ്പോ പിന്നെന്തിനാ എനിക്ക് മറ്റൊരു വീട്? അങ്ങനെ സ്വന്തം പോലൊരു വീട് ഇനി ഇവിടെ ഇല്ല. അത്തരം സൗകര്യങ്ങളൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട. എന്താ പോട്ടാ? ഒന്നുമില്ല, ചില തീരുമാനങ്ങൾ ഇയാൾ അറിയിക്കുകയായിരുന്നു. എന്താ രേണു ഇത്? ഇന്നലെ ഒരു അപ്പക്കുട്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നെന്ത് പറ്റി? പറ്റിയത് ഇന്നല്ലല്ലോ, ഇന്നലെ. ഇനി പുതിയ കുഴപ്പങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്.
മൂന്നേ കാര്യങ്ങളെ എനിക്കിപ്പോ തന്നോട് പറയാനുള്ളൂ. 1, തന്റെ കാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുടിയിറക്കണം. 2, തന്റെ താമസം ഇവിടുന്ന് മാറ്റണം. 3, ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഇതൊന്നും എത്രയും വേഗത്തിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. എത്രയും വേഗം നടന്നേ പറ്റൂ. എന്റെ കാർ ഇവിടെ തന്നെ ഇടും, ഞാൻ അവിടെ തന്നെ താമസിക്കും. ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ വരും. അതെന്റെ അവകാശമാണ്, എന്നെ വേദനിപ്പിക്കരുത് പ്ലീസ്. ഇയാൾ കൂടുതൽ പ്രസംഗിക്കണ്ട, ഇറങ്ങി പോടോ. ഇണങ്ങും തോറും പിണങ്ങും, പിണങ്ങും തോറും ഇണങ്ങും. കൈയെടുക്കണോ? എടുത്തല്ലോ. ഈ വക കാര്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോ നമ്മുടെ അപ്പക്കുട്ടൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ രേണു. അങ്ങനെ രേണു വഴി നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഇവനെന്താ വേദാളോ ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ? വേദാളാണെങ്കിലും ഇടയ്ക്ക് പിടികൂടുമല്ലോ. ആണോ ഇയാളെന്താ തുരുമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്ന? ഇങ്ങോട്ട് ഇറങ്ങിട്ടാ 100 കിലോ കട്ടി പിടിച്ച് വെക്കണോ? 100 കിലോന്റെ കട്ടി കാണില്ല മുതലാളി. ഓഹോ, കട്ടിന്ന് കട്ടി വിറ്റ? 100 കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളിയായേനെ. ആ, നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചു മാറ്റി വിറ്റ് മുതലാളിയാവും. സാരമില്ല മുതലാളി, 100 കിലോന്റെ കട്ടിക്ക് വരല്ല ഞാൻ കയറിയിരിക്കണത്. ഓ, 100 ഗ്രാം അല്ല 100 കിലോയാ വേണ്ടത്. എന്നാ മുതലാളി കൂടി കയറിയിരി. അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റണ്ട. ഇങ്ങോട്ട് എടുത്ത് വെക്കണോ? എടുത്ത് വെക്കടോ. 100 ഗ്രാമും ഇല്ല നീ. ഹലോ, ഒറ്റയ്ക്കുള്ളോ? കണ്ടാലറിഞ്ഞൂടെ ഒറ്റയ്ക്കാണെന്ന്? നൈസ് ജോക്ക്. രേണുവിനെ പോലെയുള്ള സുന്ദരികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നൂടാ. ഷോപ്പിങ്ങിന് പോവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വരുമായിരുന്നല്ലോ. ഇപ്പോ ഒറ്റക്കാണെന്നുള്ളത് തോന്നല് വേണ്ട. എനിക്കങ്ങനെ ആരുടെ സഹായം ആവശ്യമില്ല. വേണമെങ്കിൽ എന്റെ അപ്പോട്ടനുണ്ട്. കളഞ്ഞു, എന്റെ സകല മൂടും കളഞ്ഞു. മനോഹരമായ ഒരു ഈവനിങ്, ഒപ്പം സുന്ദരിയായ ഒരു യുവതിയും സുന്ദരനായ ഒരു യുവാവും. ഈ സമയത്ത് ആരെങ്കിലും ആ സാധനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി രേണു. പ്രേമൻ, നിങ്ങൾ അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ അടുത്ത് കൂടിയിട്ടും രേണുവിന് അല്പമായിട്ട് തോന്നിട്ടുള്ളൂ. ശരി, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഡോസേജ് ഇത്തിരി കൂട്ടാം. അപ്പൊ ഫീലിങ്സ് കൂടും അല്ലേ? അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ഷേർഷായ്ക്ക് ചേർന്നതല്ല. ഇന്നേതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചപ്പോ എന്താ ഞാൻ പിടിച്ച് തിന്നോ? വാന്ന് ഞാൻ ഡ്രോപ്പ്. ഒന്ന് കൂടെ പോരോന്നാ? ഇത് ഞാനാ ഷേർഷാ. എനിക്കടിച്ച പറ്റും. എന്റെ സ്നേഹിതന്റെ ഭാര്യ നീ. നിനക്കറിയോ ഈ നിൽക്കുന്ന സ്വന്തം പെങ്ങളെ പോലെയാ. പോക്കരത്തരം കാണിക്കുന്നതാ. ഓഹോ, ഇനി ഏരിയ കണ്ടുപോരുത്. പട്ടാപ്പാല് റോഡിലൂടെ സ്വന്തം പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ അമ്മമാരെന്ത് ചെയ്യും? റോഡിൽ മുഴുവൻ പോവാലെ ശല്യോ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പൊ കുട്ടാ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലേ രേണു? രേണു എണീറ്റേ. ഈ അടപ്രഥമനാണോ പാൽപ്പായസത്തിനാണോ ടേസ്റ്റ്? എനിക്കറിയാം നിനക്കിഷ്ടം പാൽപ്പായസ. സാരമില്ല, അടപ്രഥമനും പാൽപ്പായസവും രണ്ടുമായി കളയാം. എന്താ എന്താ പോട്ടാ പാതിരയ്ക്ക് പായസത്തിന്റെ കാര്യം പറയുന്നത്? ആ, പായസം മാത്രം പോരാ, ഉപ്പേരി, അവിയല്, പപ്പടം, പഴം ഒക്കെ ആയിക്കോട്ടെ. ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട. എന്തിനാന്നറിയോ? നാളെ നമ്മുടെ ആ പ്രേമനെ വിളിച്ച് ഉഗ്രനൊരു സദ്യ കൊടുക്കണം. പ്രേമനെ വിളിച്ചോ? ആ, എന്തിന്? നമ്മുടെ അഭിമാനം രക്ഷിച്ചതിന്. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ആ സമയം പ്രേമനോട് വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ? അവനെ സമ്മതിക്കണം. സ്വന്തം ജീവൻ പോലും മറന്നില്ലേ അവൻ നിന്നെ രക്ഷിച്ചത്. അതിനുള്ള നന്ദി നമ്മൾ തിരിച്ചു കാണിക്കണ്ടേ? അതിനാണ് ഈ സദ്യയെങ്കിലും.
അതൊന്നും വേണ്ട. അപ്പോഴേട്ടൻ ആളുകളെ മനസ്സിലാകാഞ്ഞിട്ടാ. അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ആ പ്രേമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എനിക്കങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. എനിക്കും തീരെ ഇല്ലായിരുന്നു. രേണു, നമ്മൾ നല്ലവരാന്ന് വിചാരിക്കുന്നവര് പലരും നല്ലവരല്ല. നമ്മൾ ചീത്തയാന്ന് വിചാരിക്കുന്ന പലരും നല്ലവരാ. പ്രേമൻ നല്ലവനാ. അവന് നാളെ നല്ലൊരു സദ്യ കൊടുത്തിട്ടേ ഞാനിനി ഉറങ്ങൂ. കഴിക്ക്, നല്ലവണ്ണം കുഴച്ചടിക്കുന്നു. കുഴക്കണോ? ഈ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് അവിയലൊക്കെ എടുത്ത് കഴിക്ക്. അവിയലോ? ഏതാ അവിയല് മനസ്സിലായില്ലേ? ഇതാണല്ലേ. ഇപ്പോഴാ എനിക്ക് മനസമാധാനമായത്, അല്ലേ രേണു? എനിക്ക് വേണ്ട, ഇരിക്ക്, പായസമുണ്ട്, ഇവളുടെ സ്പെഷ്യലാ, ഒഴിച്ചു കൊടുക്ക. എന്റെ വയറ് നിറഞ്ഞു. എന്നാലും രേണുവിന്റെ സ്പെഷ്യൽ പായസം കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. അതെ അതെ, നോക്കിക്കാതെ ഒഴിച്ചു കൊടു. ഞാനിക്കട്ടെ, മുഴുവൻ കഴിച്ചിട്ട് പതുക്കെ എണീറ്റാ മതി. പായസം കൊടുത്തില്ലേ? നീ എന്താ മൂട വിട്ടായിട്ട് പായസം ഒഴിച്ചു കൊടുക്കുക. മധുരം എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല. ഒഴിച്ചോളൂ. നമുക്കിടയിൽ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. അയാളെ ഞാനിപ്പോ എന്റെ പോക്കറ്റിലാക്കി. നല്ല സ്വാദ്. പായസം ഉണ്ടാക്കാൻ ഇവളെ എക്സ്പെർട്ടാ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? കുറച്ച് അച്ചാറൂടെ എടുത്ത് കഴിക്കുക. പായസം ഇനിയും പോവും. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഓവറായി. അപ്പുകുട്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽക്കാരനായി കഴിയുന്ന നല്ലവനായ അപ്പുക്കുട്ടനോട്. എന്താ പ്രേമ ഇത്? ഇങ്ങനെ വളച്ചു കിട്ടാത്ത കാര്യം എന്താന്ന് പറ. പറയാം, ഞാനെല്ലാം പറയാം. അന്ന് ചിങ്ങ് 1-ാം തീയതി അതെ അപ്പുകുട്ട, ചിങ്ങമാസം 1-ാം തീയതി ഇല്ലേ, ആ പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്നോടെ മനസ്സിന് സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുക. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. പിന്നെ ഈ വർഷം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 1-ാം തീയതി ഐശ്വര്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നത് ഇവിടെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ പ്രസാദ. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി. ഇവിടെ നിന്നും കുറച്ച് മാറി കാർപ്പോർച്ചുള്ള ഒരു കൊച്ചു വീട് അങ്ങോട്ട് താമസം മാറ്റിയ അപ്പുക്കുട്ടൻ ഇപ്പോഴും എന്നോടുള്ള ഈ സ്നേഹം എന്നും നിലനിൽക്കും. പ്രേമം പറഞ്ഞു വരുന്നത് വളരെ ശരിയാ. ഇവിടുന്ന് മാറി താമസിക്കായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. എന്ത് തോന്നിയാസം നീ പറയുന്നത്? അവൻ എവിടെ മാറി താമസിക്കണമെന്ന് മിണ്ടി പോരുത്. പ്രേമാന്ന് കാര്യാക്കണ്ട. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം മുഴുവൻ എങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോളൂ. നീ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. നിന്റെ കാറും ഇനിമേൽ ഇവിടെ തന്നെ ഇടും. പ്രേമ, ഇനി മുതൽ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്.